ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഈ കാണുന്ന സ്ഥലം നെന്മാറ പഞ്ചായത്തിലെ വായനശാലയാണ്. വിത്തനശ്ശേരി വായനശാല. ഈ കാണുന്നത് ഞാൻ 2019 വെച്ച മരമാണ്. അത് കോവിഡിന് മുന്നേ വെച്ച മരമാണ്. ഇത് വായനശാലയിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്ന സ്ഥലം ഉച്ചമഹാളി അമ്മൻകുടം എന്ന സ്ഥലം. അവിടെ ഒരു ചെറിയ കുളമുണ്ട്. അത്യാവശ്യം നല്ല വെള്ളം ഉള്ള കുളം തന്നെയാണ്. ഇതിനടുത്താണ് ഞാൻ ഇതുപോലത്തെ മരങ്ങൾ വെച്ചത്. ഇത് ഉങ്ങ് മരമാണ് വെച്ചത്. ആദ്യം ഇവിടെ ഒരു 10 മരങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ 2 എണ്ണം പലവിധ കാരണങ്ങളാൽ നശിപ്പിക്കപ്പെട്ടു. പിന്നെ വീണ്ടും ഒരു 3 കൂടി വെച്ചു. ഇപ്പോൾ ഇവിടെ ഒരു 11 മരങ്ങളുണ്ട്. വെച്ച സമയത്ത് തന്നെ ഞാൻ ആഴ്ചയിൽ 3 ദിവസം ഒരു ചെടിക്ക് 2 ലിറ്റർ വെള്ളം വീതം ഒഴിക്കുമായിരുന്നു. വെള്ളം കൂടുതൽ ഒഴിക്കാൻ കാരണം ഇവിടെ അടുത്ത് കുടമുള്ളത് കൊണ്ട് വീട്ടിൽ നിന്ന് ഒരു കുടം കൊണ്ടുവരും. അതുകൊണ്ട് വെള്ളം മുക്കി ഒഴിക്കാൻ പറ്റുന്ന പാകത്തിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് വലിയ സമാധാനമായി. ഇന്നിത് കാണുമ്പോൾ വലിയ സന്തോഷവും സമാധാനവും ഉണ്ട്. നല്ലൊരു തണൽ നൽകുന്ന മരം, പിന്നെ ജലം ആവശ്യമുള്ള മരം എന്നൊക്കെ പറയാം. ഇത് വെച്ചിട്ടിപ്പോൾ 5 വർഷത്തോളമായി. ഞാൻ മിക്കവാറും വെള്ളം ഒഴിക്കാൻ വരുന്നത് പുലർച്ചെ ഒരു 5:30 മണിക്ക് സമയത്താണ് വരിക. 5:30-6 മണിക്ക് മുന്നാണ് മിക്കവാറും വരിക. ആ സമയത്താണ് എൻ്റെ ഈ ഫസ്റ്റ് ഉള്ള ട്രിപ്പ്. അത് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് ഒരു 7:00-ക്ക് ശേഷമാണ് അടുത്ത ട്രിപ്പ് പോകാറ്. പിന്നെ അടുത്ത ട്രിപ്പ് ജോലിക്ക് പോകുമ്പോൾ ഓൺ ദ വേ ജോബ്. അങ്ങനെ ഒരു ദിവസം 5 തവണ 2019 അപ്പോഴൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 ഇപ്പോൾ മലപ്പുറത്തായ കാരണം ഇപ്പോൾ ഒരു തവണയും ഒന്നുമില്ല. വീണ്ടും തുടങ്ങണം. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ വെട്ടി ഷേപ്പാക്കുക. താഴത്തെ ഒരാൾ പൊക്കത്ത് ഉള്ള കമ്പുകളെല്ലാം നല്ല രീതിയിൽ വളർത്തുക. അതിന് താഴെയുള്ളത് മുറിച്ച് മാറ്റുക. അപ്പോൾ തന്നെ കാണാൻ തന്നെ നല്ലൊരു ഭംഗി തന്നെ ഉണ്ടാവാം. അതാണ് ഒരു പ്രത്യേക ഭംഗി. നമ്മൾ വികസിത നാടുകളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ അതാണ് അതിൻ്റെ മരം വെച്ചതിന് പ്രത്യേക ഭംഗി വരാൻ കാരണം. ഒറ്റത്തടിയിൽ 3 മീറ്റർ ഒരു നല്ല കുട പോലെ നല്ല മൊട്ടക്രാപ്പായി വരുന്നു. താഴെ മാത്രം ഒരു കമ്പ് മാത്രം കാണുന്നു. അപ്പോൾ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ. അത് മിക്കവാറും ഞാൻ ആഴ്ചയിൽ 2-3 ദിവസം വരും. അതിൽ വരുന്ന ഒരു ദിവസം ഷേപ്പാക്കാനൊക്കെ വരിക. ഷേപ്പാക്കലൊക്കെ തുടങ്ങിയത് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതവരെ സ്വാഭാവിക രീതിയിൽ വളരുമായിരുന്നു. ഇതെല്ലാം ഒരേ ഉങ്ങ് മരമാണ്. ഞാൻ വീഡിയോ പറഞ്ഞ പോലെ തന്നെ പല തരത്തിലുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരേ ഗണത്തിൽപ്പെട്ട ഉങ്ങ് മരമാണ്. ചെറിയ ഇലയാണ്. ഒരു ആവറേജ് സൈസുള്ള വിത്താണ്. പക്ഷേ ഒരു വലിയ വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് കുറച്ച് നല്ല വലുതാകുകയാണെങ്കിൽ കുളത്തിന് ഭിത്തി ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും പോകുമ്പോഴേ കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇനിയൊരു 5 വർഷം കൂടെ നല്ല ഭംഗി ഉണ്ടാവാം. ബാക്കി 5 വർഷം ശേഷം ഒന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഇപ്പം ഇതങ്ങ് വളർന്നോട്ടെ. ആഴ്ചയിൽ ഒരു ദിവസം ഷേപ്പാക്കിയിട്ടാണ് ഇതുപോലെയുള്ള ഒരു ഭംഗി ഉണ്ടായത്. നമ്മളെന്ത് ചെയ്യുമ്പോഴും ഒരു ഭംഗിയുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഐശ്വര്യം, മറ്റുള്ള കാണാനൊരു സൗന്ദര്യമാണ്. അതാണ് എല്ലാവരുടെയും ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം ഇവിടെ ആഗ്രഹിക്കുന്നതും ഇതുവരെ ചെയ്തതും. ഇപ്പോൾ തൊഴിലുറപ്പുകാരുകൾ ഇതിൻ്റെ അടുത്തുള്ള പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കുന്നത് ഒരു പ്രത്യേക ഭംഗി കൂടിയായി. അപ്പോൾ അവർക്ക് പ്രത്യേക നന്ദിയും പറയുന്നു.
നല്ല വെയിലത്ത് വരുമ്പോൾ ഒരു നിൽക്കാനൊരു ഇടം, നല്ല തണലിടം എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാം. എന്നെ തന്നെ സ്വയം പുകഴ്ത്തുകയല്ല, എങ്കിലും ഞാൻ വെച്ച മരം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ അത്രമാത്രം. ഇതുപോലെ ഒരു 47-50 സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട്. വരും വീഡിയോസ് അതിനെക്കുറിച്ചുള്ള ഓരോ വിശേഷങ്ങളായിരിക്കും. എല്ലാവരുടെയും അഭിപ്രായങ്ങളും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നും വിചാരിക്കുന്നു. താങ്ക് യു.